ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ എന്നാണ് പറയുന്നത്. ഷേഖ് ഹസീന പറയുന്നു അതൊന്നും എനിക്ക് ബാധകമല്ല, കാരണം അതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ജഡ്ജികളൊന്നും ഇല്ല, എനിക്ക് പറയാനുള്ള വാദങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വിധി കൂടെ വന്നേക്കുന്നു. ഷേഖ് ഹസീനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം 21 മാസത്തെ തടവ് ശിക്ഷ കൂടി അനുഭവിക്കണം. അപ്പോൾ തൂക്കിക്കൊല്ലാനല്ലേ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് പിന്നെയും 21 കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് കൂടെ വിധിക്കുക? ഇത് രണ്ടും കൂടെ പൊരുത്തക്കേടുകളില്ലേ? അതെ, ഈ ബംഗ്ലാദേശിന്റെ കാര്യമൊക്കെ മഹാ തമാശ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കൊന്ന ഒരാളെ പിന്നെ 21 കൊല്ലം തടവിന് ശിക്ഷിക്കാൻ. ഇപ്പൊ ഇത് കേസ് എന്താന്ന് വെച്ചാൽ ഇത് രണ്ട് കോടതിയാണ്. ഒന്ന് ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് അവർ തട്ടിക്കൂട്ടിയൊരു സാധനമാണ് ബംഗ്ലാദേശിലെ. അത് പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ജഡ്ജിമാരോ വക്കീലന്മാരോ ലോയർമാരൊന്നും അതിലില്ല. ഒന്ന്. രണ്ട്, ഹസീനയെ കേട്ടിട്ടില്ല. ഹസീനയെ കേൾക്കാത്ത വിധിയാണ്. മാത്രമല്ല, ഏത് കോടതിയിൽ പോയാലും, ഇതിപ്പോൾ പ്രാഗിലെ കോടതിയിൽ അവർ അപ്പീൽ പോവുകയാണ്. 10 ദിവസം മുമ്പാണ്, കൃത്യം 10 ദിവസം മുമ്പാണല്ലോ ആ വിധി വന്നത്. ആ വിധി എന്താണ്? അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്താ ചെയ്യുക? ആഭ്യന്തരമന്ത്രിയോട് കൂടിയാലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാൻ പറയും. ആഭ്യന്തരമന്ത്രി എന്താ പറയുക? DGPയോട് നടപടി എടുക്കാൻ പറയും. ആൾക്കൂട്ടം പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ പിരിഞ്ഞു പോകണമെന്ന് പറയും. പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കും, കണ്ണീർ വാതകം പ്രയോഗിക്കും. എന്നിട്ടും നിവൃത്തിയില്ല. അവർ പോലീസിനെ ആക്രമിക്കാനും മന്ദിരങ്ങൾ തകർക്കാനും ഒക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും വെടിവെക്കും. ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അതാണ് കേസ്. അപ്പോൾ ആ കേസിനാണ് ഇവര് 3 പേരെ പ്രതിയാക്കിയിട്ട് കൊല്ലാൻ തീരുമാനം, വധശിക്ഷ കൊടുക്കുക. 3 പേർക്ക് വധശിക്ഷ. ഒന്ന് ഷെയ്ഖ് ഹസീനക്കാണ്, വേറൊന്ന് അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കാണ്, വേറൊന്ന് DGP അവിടുത്തെ പോലീസ് മേധാവിക്കാണ്. അതിൽ പോലീസ് മേധാവി മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹം മാപ്പുസാക്ഷിയായിട്ട് മാറി. അദ്ദേഹത്തിന് തടവാക്കി മാറ്റി, അദ്ദേഹത്തിന് തടവാക്കി, ഇദ്ദേഹത്തിന് വധശിക്ഷ ഒഴിവാക്കി. ഈ 2 പേർക്കും വധശിക്ഷ കൊടുത്തു, ഷെയ്ഖ് ഹസീനക്കും അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കും. അതാണ് കേസ്. അത് 10 ദിവസം മുമ്പ്. അത് കഴിഞ്ഞപ്പോൾ ഇനി ഇതാ ഓരോ ബംഗ്ലാദേശ് കോടതിയായിട്ട് ഓരോരോ വിധിയായിട്ട് വരികയാണ്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നടന്ന അവിടുത്തെ ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി പൊതുഭൂമി ഏറ്റെടുത്തതോ കൈമാറ്റം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. അതിൽ അഴിമതി നടന്നു എന്നാണ് കേസ്. ആ അഴിമതി കേസിൽ ഭരണകൂടത്തിലിരുന്ന ഒരാൾ, ശരിയാണോ തെറ്റാണോ എന്തുമാത്രം ന്യായമുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഷെയ്ഖ് ഹസീന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവർ പ്രാണനും കൊണ്ട് ഇന്ത്യയിൽ വന്ന് അഭയം തേടി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത അഴിമതി കേസിലെ വിധി. 21 കൊല്ലം. എങ്ങനെയാണ്? 3 കേസാണ്. ബംഗ്ലാദേശ് സ്പെഷ്യൽ കോർട്ടിൽ വന്ന ഒരു 3 കേസാണ്. 3 അഴിമതി കേസിൽ 7 കൊല്ലം വീതം തടവ്. 3 കേസിൽ 7 × 3 21 കൊല്ലം തടവ്. എന്നിട്ട് കോടതി പറയാണ്, കോടതിയുടെ ഔദാര്യം, അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന്. ഏത് 3 കൊല്ലത്തെ കേസ് കോൺസിക്യൂട്ടീവായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് അനുഭവിച്ചാൽ മതി, ഒന്നിച്ച് വേണ്ടാന്ന്. അത് ഒരു എന്തുമാത്രം ക്രൂരത ആലോചിച്ചു. സാധാരണ രീതിയിൽ 3 കേസുകളിൽ ഒരുമിച്ച് വിധി വന്നാൽ 3-ൽ 7 വർഷം തടവാണെങ്കിൽ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാ സാധാരണ പറയാ. അതിന് പകരം കോടതി എന്താ പറഞ്ഞത്? കോൺസിക്യൂട്ടീവായിട്ട് അനുഭവിച്ചു. 78 വയസ്സായി ആയമ്മക്ക്. ഷെയ്ഖ് ഹസീനക്ക് 78 വയസ്സായി. ഇനി 21 കൊല്ലത്തെ ആയുസ്സുണ്ടാവുന്ന പോലും എന്താ ഉറപ്പ്? നാട്ടിലോട്ട് ഇല്ലേനും. ഷേഖ് ഹസീന കൃത്യമായിട്ട് പറയുന്നില്ല. ഇത് ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണകൂടത്തിൻ്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും കൂടി ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതായത് ഇവരുടെ പാർട്ടിയെ അവാമി ലീഗ് ഇനി അവിടെ മത്സരിക്കാൻ പാടില്ല, ഇവരെ ഭയപ്പെടുത്തി നിർത്തുക. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബംഗ്ലാദേശിൽ അവാമി ലീഗ് രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് രംഗത്തിറങ്ങുന്നു. ഈ പറയുന്ന വധശിക്ഷ ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അടക്കി വെച്ച അവരുടെ പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് രംഗത്തേക്ക് ഇറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അടിച്ചമർത്താനായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശ് ഭരണകൂടം ഇറങ്ങും. ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാം. അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയാൽ, സംഘർഷം ഉണ്ടായാൽ വീണ്ടും ബംഗ്ലാദേശിൽ കലാപം കത്തിപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കാണാം. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. വേറൊരു ഇതിനകത്തൊരു തന്ത്രമുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാഗിലെ ഇന്റർനാഷണൽ കോർട്ടിൽ ഇവർ അപ്പീൽ പോയിട്ടുണ്ട്. അപ്പീൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈസി ആയിട്ട് തള്ളിക്കളയും. ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ട്രിബ്യൂണലിന്റെ വിധി അതിന്റെ അപ്പീൽ കോടതിയാണത്. അപ്പീൽ കോടതിയാണ് പ്രാഗിലുള്ള കോടതി. ആ കോടതി തള്ളിക്കളയും. കോടതി തള്ളിക്കളയാൻ എന്താ കാരണം? ഈ 2 ന്യായങ്ങൾ മതി. കാരണം ഒന്ന് ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജഡ്ജിമാരോ വക്കീലന്മാരോ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഷെയ്ഖ് ഹസീനയെ കേട്ടിട്ടില്ല. പ്രതിയെ കേൾക്കാതെ ഒരു വിധി പറയാൻ ഭൂമിയിലെ ഒരു നീതിന്യായ കോടതിക്കും പറ്റില്ല. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ കേൾക്കാതെ അവരെ വിചാരണ ചെയ്യാതെ എങ്ങനെ വിധിക്കുക? അത് തള്ളിപ്പോവും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? അത് തള്ളിപ്പോവും എന്ന് ഹസീന കോർട്ടിൽ പോയിട്ടുണ്ടല്ലോ, ഹസീന ഇന്റർനാഷണൽ കോർട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ തന്നെ പത്രസമ്മേളനം നടത്തി അവർ പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്തെങ്ങാനും
ഈ ഇന്ത്യയുടെ ഒരു നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഒരു സ്വകാര്യമായ കാര്യം. ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രൺധീർ ജയ്സ്വാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഒരു കൃത്യമായ ഔദ്യോഗികമായ കത്ത് കിട്ടി. എന്താ കത്ത്? ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ വിധി നടപ്പാക്കാൻ ഷെയ്ഖ് ഹസീനയെ ഞങ്ങൾക്ക് വിട്ടുതരണം, അത് അന്താരാഷ്ട്ര മര്യാദയാണ്. അഭയം കൊടുക്കുന്നത് കൊടുക്കാം, പക്ഷേ ആ രാജ്യത്തെ കോടതികൾ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് വിട്ടുകൊടുക്കണം എന്നാണ് നിയമം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ് മറുപടി ഇന്നലെ രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വിട്ടുതരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ അവരെ പാർപ്പിച്ചത്. അവരെ വിട്ടുകൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഇവരെ ഈ എരുതിയിൽ നിന്ന് എടുത്തിട്ട് വറചട്ടിയിലേക്ക് കൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഒന്ന്, അവിടെ സ്റ്റേബിളായ ഒരു ഗവൺമെൻറ് ഉണ്ടോ? രണ്ട്, സ്റ്റേബിളായ ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കേട്ടു. എലക്ഷൻ നടക്കുമെന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ ആ എലക്ഷൻ ഇൻക്ലൂസീവ് ആയിരിക്കുമോ? ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണ്. സ്റ്റേബിളായ ഗവൺമെൻറ് ഇല്ല. മുഹമ്മദ് യൂനുസ് അഡ്വൈസർ ആയിട്ടുള്ള ഒരു പാവ ഗവൺമെൻറ് ആണ് ഉള്ളത്. രണ്ട്, സ്റ്റേബിൾ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, ഇൻക്ലൂസീവായ എലക്ഷൻ നടക്കുമോ? ഇല്ല. മുഹമ്മദ് യൂനുസും കൂട്ടരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണം. പിന്നെന്ത് ഇലക്ഷനാണ്? ബംഗ്ലാദേശ് ഉണ്ടാക്കിയത് അവാമി ലീഗാണ്. അവിടുത്തെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടിയാണ്. ഇത്രയും കാലം മോശമല്ലാതെ ഭരിച്ച ഒരാളാണ് ഷെയ്ഖ് ഹസീന. ആ രാജ്യത്ത് വലിയ GDP-യിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് അവർ. അവരെ കൂട്ടാതെ, അവരുടെ പാർട്ടിയെ കൂട്ടാതെ ഇൻക്ലൂസീവായ ഇലക്ഷൻ നടക്കുമോ? അതാണോ ഇൻക്ലൂസീവ് ആണോ? രണ്ടാമത്തെ കാര്യം. മൂന്ന്, നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാവുമോ? സ്റ്റെബിലിറ്റി വേണ്ടേ? നാല്, അക്രമികളെ തുറന്നു വിട്ടിട്ട് വീണ്ടും കലാപം ഉണ്ടാവുകയില്ല എന്നാണ് എന്താണ് ഉറപ്പ്? കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഫണ്ടമെൻ്റൽസിനെ, ഈ തീവ്രവാദികളെ, കുറ്റവാളികളെ, ക്രിമിനൽസിനെ ഒക്കെ തുറന്നു വിട്ടിട്ട് അവരാണ്. നിരോധിക്കപ്പെട്ട പാർട്ടികളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു. അവിടെ സംഗീതം പോലും കണ്ടില്ലേ, അവിടുത്തെ വിധി കണ്ടില്ലേ? സംഗീതം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു രംഗത്തേക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരിക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെഗോഷിയേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യ വെക്കുന്ന കണ്ടീഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീനയെ വിട്ട് കിട്ടാനൊരു വകുപ്പുണ്ടായാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, പ്രാഗിലെ അന്താരാഷ്ട്ര കോടതിയുടെ വിധി വരുന്നത് വരെ ഈ വധശിക്ഷയൊന്നും പുറത്തെടുക്കണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇൻക്ലൂസീവായിട്ട് ഇലക്ഷൻ നടത്തുമോ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പ് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അവാമി ലീഗിനെ കൂടി മത്സരത്തിൽ പങ്കെടുക്കും. പിന്നെ ടൈം ബൗണ്ട് ആയിട്ട് ഇലക്ഷൻ 2026, ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് 2020 ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടത്താമെന്ന്, അത് നടപ്പാക്കുമെന്ന് ഉറപ്പ് വരുത്തിയാൽ, ഒരുപക്ഷെ അന്താരാഷ്ട്ര ധാരണ പ്രകാരം ഇവരെ വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്താൽ അടുത്ത പടി ഉണ്ടാക്കി വെക്കുകയാണ്. ഇവർ ആ മണ്ണിൽ കാലുകുത്തിയാൽ ഉടനെ പിടിച്ചകത്തിടാൻ, ജയിലിലിടാനുള്ള കോടതി വിധിയാണ് അടുത്തത്. വധശിക്ഷ നടപ്പാക്കാൻ സമയമെടുക്കും. ഒരിക്കലും ആ വിധി കിട്ടുകയില്ല. അപ്പോൾ പിന്നെ പിടിച്ചകത്തെങ്കിലും ആക്കാനുള്ള അടുത്ത നടപടിയിലേക്കാണ് ഈ കോടതി വിധി. അത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഷെയ്ഖ് ഹസീന കാലുകുത്തിയാൽ അപ്പോൾ പിടിച്ച് കാരണം ഇത് നേരത്തെ ഉള്ള കോടതി വിധിയാണല്ലോ. ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാം. അകത്ത് കിടക്കട്ടെ, 21 കൊല്ലം അകത്ത് കിടക്കണം എന്നാണല്ലോ വിധി. അത് കോടതി വിധിയുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. തന്ത്രമാണ്, കുതന്ത്രമാണ്. അവരുടെ ജീവൻ, അവരെ തീർച്ചയായിട്ടും അവരെ ഫിനിഷ് ചെയ്യാനുള്ളൊരു അജണ്ടയാണ് ഇന്ത്യക്ക്. പക്ഷേ ഇന്ത്യ അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കും ഇനി തീരുമാനങ്ങൾ എടുക്കുക. ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള ബംഗ്ലാദേശ് കോടതികളിലെ ഒരു വിധിയും അടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് വരുന്നത് വരെ നടപ്പാക്കുകയില്ല എന്ന കണ്ടീഷനിലായിരിക്കും ഇനി വല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ എടുക്കുക. എന്തായാലും തിരക്കിട്ടൊരു തീരുമാനം ഇന്ത്യ എടുക്കുമെന്ന് തോന്നുന്നില്ല. ഈ വിധി കൂടി വന്നതോടുകൂടി ഇന്ത്യ കുറേ കൂടി വിജിലൻ്റ് ആയിരിക്കുമെന്ന് വേണം കരുതാൻ. അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. വേണമെങ്കിൽ നമുക്ക് പല രാജ്യങ്ങളിലും അവർ അഭയം ചോദിച്ചതാണ്, പലരും കൊടുത്തില്ല. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്, തലവേദന എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. നമ്മളത് ചെയ്തില്ല. നമ്മൾ ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിക്കാൻ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഞങ്ങളത് രക്ഷിക്കുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ കനത്ത സുരക്ഷയിലും വലിയ ചെലവിലുമാണ് അവരെ നമ്മൾ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന 1 കിലോമീറ്റർ ചുറ്റളവിൽ ആ എയർ ട്രിപ്പ് ഉണ്ടല്ലോ അവിടുത്തെ, ഡൽഹിയിലെ ഒരു സൈനിക വിമാനത്താവളത്തോട് ചേർന്നാണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈച്ച പോലും പറക്കില്ല എന്ന് പറഞ്ഞാൽ അത്ര കനത്ത സുരക്ഷയിലാണ്. അപ്പം അങ്ങനെ നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവിനെ അങ്ങനെ നമ്മൾ കൊലക്കടത്തിലേക്കോ തടവറയിലേക്കോ വിട്ടുകൊടുക്കുകയില്ലല്ലോ. അവരെ ഇന്ത്യ രക്ഷിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ വിശ്വസിക്കാവുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.